മലയാള ചലച്ചിത്ര താരം മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ മകൻ ചലച്ചിത്ര താരം തന്നെയാണ്, നിർമ്മാതാവാണ്. മകനായ ദുൽഖർ സൽമാൻ വല്ലാത്തൊരു നിയമക്കുരുക്കിലാണ് പെട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കടത്തിയ വാഹനങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ കസ്റ്റംസ് നിരന്തരം പിന്തുടർന്ന് വേട്ടയാടുകയാണ് എന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകൾ ആരോപിക്കുന്നത്. പക്ഷേ കസ്റ്റംസുകാർ പറയുന്നത് ഇത് സ്വാഭാവികമായൊരു നടപടിയാണ്. അനധികൃതമായിട്ടുള്ള ഏതാണ്ട് 4 മേൽ വാഹനങ്ങൾ അദ്ദേഹം ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അവർ പ്രയോഗിക്കുന്ന വാക്ക് ഇറക്കുമതി എന്നുള്ളതല്ല, കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അനധികൃതമായി കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ തത്വമൈ ന്യൂസിലും തത്വമൈയുടെ വെബ്സൈറ്റിലും എല്ലാം തത്വമൈ ഇതിനോടകം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴുള്ള പ്രശ്നം ദുൽഖർ സൽമാൻ ഈ കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഈടാക്കി അദ്ദേഹത്തിൽ നിന്ന് പിഴ ഈടാക്കുമോ, പിഴയടയ്ക്ക് കൊടുക്കേണ്ടി വരുമോ, അദ്ദേഹം ജയിലിൽ പോകുമോ, ഈ വാഹനങ്ങളെല്ലാം പിടിച്ചെടുക്കുമോ, ഇതൊന്നുമല്ല. അതെല്ലാം നിയമം തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ വാഹനക്കടത്തിന് പിന്നിലുള്ള വലിയൊരു അപകടത്തെ ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനാണ്, അല്ലെങ്കിൽ പ്രേക്ഷകരോടൊന്ന് സൂചിപ്പിക്കുവാനാണ് ഈ വിഷയം ഇന്ന് കയ്യിലെടുത്തത്. അപകടം മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള വാഹനക്കടത്ത് സുഗമമായി നടക്കുന്നുണ്ട്. അതിന് ഇടനിലക്കാരായോ അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കളായോ നമ്മുടെ സംസ്ഥാനത്ത് നിലകൊള്ളുന്നത് പ്രസിദ്ധരായ ചലച്ചിത്ര താരങ്ങളും സമ്പന്നരുമാണ് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ അതിനൊരു ഉദാഹരണം മാത്രം. മറ്റ് പല താരങ്ങളും ഇത്തരത്തിലുള്ള വാഹനക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. വാഹനക്കടത്ത് എന്ന് പറയുമ്പോൾ അവർ കള്ളക്കടത്ത് നടത്തി ഇത് മറിച്ച് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. അവിടെയാണ് ഇവർ ഇതിൻ്റെ വെറും ഉപഭോക്താക്കൾക്കപ്പുറം ഈ ഒരു ശൃംഖലയുടെ ഭാഗമായി മാറുന്നത്. കാരണം പല ലംബോർഗിനി ഉറൂസ് പോലുള്ള വാഹനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് കുറച്ചു കാലം ഉപയോഗിച്ചിട്ട് മറ്റൊരു ലംബോർഗിനിയോ ഫെറാറിയോ എടുക്കുവാൻ വേണ്ടി ഇത് മറിച്ച് വിറ്റു എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. നഷ്ടക്കച്ചവടമായിരിക്കും. ഈ പറയുന്നൊരു ഉദാഹരണത്തിന് 6 കോടിക്ക് വാങ്ങിയൊരു കാർ അയാൾ മറിച്ച് വിൽക്കുന്നത് 4.5 കോടിയായിരിക്കും. ഈ നഷ്ടത്തിൽ ഉള്ള വിൽപ്പനയുടെ പിന്നിലെല്ലാം പലപ്പോഴും കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ള ഒരു പ്രക്രിയയും ഉണ്ടാകും. അതിനുമപ്പുറത്തേക്ക് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്, ഗതാഗത വകുപ്പിന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നോ നേപ്പാളിൽ നിന്നോ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഇത്തരത്തിൽ ഭാരതത്തിലേക്ക് എത്തുകയാണെങ്കിൽ 10 വാഹനങ്ങൾ വരുമ്പോൾ അവയുടെ രജിസ്ട്രേഷൻ ചിലപ്പോൾ 9 എണ്ണത്തിന് നടത്തും. ഒരെണ്ണം നിഗൂഢതയിലേക്ക് അങ്ങ് മറയും. ആ വാഹനങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും ഭീകരപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ, കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ ആര് സമാധാനം പറയും?